യേശുവിൻ്റെ രക്തം നമ്മെ കഴുകും. യേശുവിൻ്റെ രക്തം നമ്മെ കഴുകുക മാത്രമല്ല, കഴുകുന്നതിലൂടെ നമ്മുടെ ആത്മാവിനെ, ശരീരത്തെ, മനസ്സിനെ ശുദ്ധീകരിക്കും. ഇതുപോലെ കഴുകി വൃത്തിയാക്കുന്ന വേറെ ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഒരു ധ്യാന അവസരത്തിൽ ആ ധ്യാനിപ്പിച്ച അച്ഛൻ ഞങ്ങൾ വൈദികരായ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഓർത്തു പോവുകയാണ്. പുരോഹിതരെ, നമ്മൾ മുഖം കഴുകുമ്പോഴും നമ്മൾ ശരീരത്തെ വൃത്തിയാക്കാൻ കുളിക്കുമ്പോഴും നിങ്ങൾ എന്തു ചെയ്യണമെന്നറിയോ? ഒരു നിമിഷം പ്രാർത്ഥിക്കണം. ഈ ജലം മുഴുവൻ യേശുവിൻ്റെ രക്തമായി കണ്ട് നിങ്ങൾ ശരീരത്തെയും മുഖത്തെയും കഴുകണം. അങ്ങനെ ശരീരത്തെ മുഴുവൻ ശുദ്ധീകരിക്കപ്പെട്ട ഒരു ആത്മാവിന് കൃപ ലഭിക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സെമിനാരി പഠിക്കുന്ന കാലഘട്ടത്തിൽ സ്പിരിച്വൽ ഫാദേഴ്സ്, ആത്മീയ പിതാക്കന്മാർ പഠിപ്പിക്കും, കണ്ണുകളെ കർത്താവിൻ്റെ രക്തം കൊണ്ട് കഴുകണമേ, അധരത്തെ കർത്താവിൻ്റെ രക്തം കൊണ്ട് കഴുകണമേ, കാതുകളെ ഈശോയുടെ രക്തം കൊണ്ട് കഴുകണമേ. പ്രിയപ്പെട്ടവരെ, ധ്യാന അവസരങ്ങളിൽ ആന്തരിക ശുശ്രൂഷകൾ നടക്കുമ്പോൾ ഇങ്ങനൊരു പ്രാർത്ഥനയുണ്ട്: കർത്താവിൻ്റെ അമൂല്യ രക്തത്താൽ എൻ്റെ കണ്ണുകളെ പൊതിയണമേ. അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ യേശുവിൻ്റെ രക്തത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് കാഴ്ചപ്പാടുകളിലുള്ള തിന്മകൾ വിട്ടുപോകുന്നു, കേൾവിയിലുള്ള തിന്മകൾ വിട്ടുപോകുന്നത് അനേകം ധ്യാന അവസരങ്ങളിൽ അനേകരുടെ അനുഭവ സാക്ഷ്യങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിൻ്റെ രക്തം ഉപയോഗിച്ച് തന്നെ പ്രാർത്ഥിക്കണം, കഴുകി പ്രാർത്ഥിക്കണം. തിരുരക്തത്താൽ എൻ്റെ ഭവനത്തെ കഴുകണമേ, തിരുരക്തത്താൽ എൻ്റെ മക്കളെ കഴുകണമേ, തിരുരക്തത്താൽ എൻ്റെ സമ്പത്തിന് ചുറ്റും ഈശോയുടെ രക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തത്താൽ എൻ്റെ വാഹനത്തെ കഴുകണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് തന്നെ പ്രിയപ്പെട്ടവരെ ആധ്യാത്മിക ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. 1 യോഹന്നാൻ 1-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ പറയുക: അവിടുന്ന് പ്രകാശത്തിലായിരുന്നതുപോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ കഴുകുന്നു. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കും. പ്രിയപ്പെട്ടവർ, ഒരു കുമ്പസാരം കഴിയുമ്പോൾ യേശു ചെയ്യുന്നത് യേശുവിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് എന്നെയും നിങ്ങളെയും കഴുകി ശുദ്ധീകരിച്ച് വിശുദ്ധീകരിക്കുകയാണ്. ഈ ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സങ്കീർത്തന പുസ്തകത്തിലെ 51-ാം അധ്യായം 7-ാം വാക്യം: ഹീസോപ്പ് കൊണ്ട് എന്നെ പൗത്രീകരിക്കണമേ, ഞാൻ നിർമ്മലനാകും, എന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളതാകും. പ്രിയപ്പെട്ടവരെ, ഹീസോപ്പ് കൊണ്ട് എന്നെ തെളിക്കണമേ. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം ഹീസോപ്പ് ചെടി ഈ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ മുക്കി കട്ടിലപ്പടിമ തെളിച്ചപ്പോൾ ഒരു സംഹാരദൂതനും അവരുടെ വീട്ടിൽ കയറിയില്ല. ഇതിൻ്റെ മറ്റൊരു റെപ്രസെൻറ്റേഷനാണ് ഇന്ന് പുരോഹിതര് കാറാപ്പ്, ഹോളി വാട്ടർ തെളിക്കുന്ന പാത്രം, ഹീസോപ്പ് ചെടിയുടെ മറ്റൊരു പ്രതീകമാണ്. അതുകൊണ്ട് സാധിക്കുമെങ്കിൽ നമ്മൾ പുരോഹിതര് നമ്മുടെ വീട് വെഞ്ചരിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ വാഹനങ്ങൾ വെഞ്ചരിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെ വിശുദ്ധീകരിക്കുന്നത് നല്ലതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും വേണം ഈ രക്തത്തിൻ്റെ പ്രതീകമാകുന്ന, തിരുരക്തത്തിൻ്റെ പ്രതീകമാകുന്ന ഈ ഹോളി വാട്ടർ. ഈ വെള്ളം ഉണ്ടെങ്കിൽ എന്താ പ്രത്യേകം എന്നറിയോ? നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ ഇത് കഴിക്കുന്നത് നല്ലതാണ്. ഇത് നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ സൗഖ്യം തരാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അനേകം കുടുംബങ്ങളിലും അനേകം വ്യക്തികളുടെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ ശാരീരികമായ പല രോഗങ്ങൾ വന്നപ്പോൾ ഈ അന്നാവെള്ളം കഴിക്കുന്ന സമയത്ത് അനേകർക്ക് സൗഖ്യം കിട്ടുന്നത്. ധ്യാന അവസരങ്ങളിൽ യൂത്തിൻ്റെ ധ്യാനയ്ക്ക് നടക്കുമ്പോൾ ഒരിക്കൽ ഒരു അനുഭവം ഉണ്ടായി. അതിപ്രകാരമായിരുന്നു: ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്ക് അപ്പൻഡിക്സിൻ്റെ ഭയങ്കര വയറുവേദനയാണ്, അതുകൊണ്ട് എനിക്കിപ്പോൾ ധ്യാനത്തിൽ നിന്ന് പോകണം, എൻ്റെ വയറിൻ്റെ ഒരു സൈഡ് ഭയങ്കര വേദനിക്കുന്നു. എൻ്റെ അപ്പുറത്ത് നിന്നൊരു ശുശ്രൂഷൻ പറഞ്ഞു, അച്ഛാ, അപ്പൻഡിക്സിൻ്റെ വേദനയൊന്നും അല്ല കേട്ടോ, അവൻ്റെ വായിൽ എന്തോ ഒരു സാധനമുണ്ട്. അവൻ അല്പസമയം മുമ്പ് ഹന്നാവെള്ളം എടുത്ത് കുടിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ധ്യാന കേന്ദ്രത്തിൽ കയറി വരുന്ന സ്ഥലത്ത് വലിയ പാത്രത്തിൽ ഹന്നാവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവന് പെട്ടെന്ന് ദാഹം വന്നപ്പോൾ അവൻ ആ ഹന്നാവെള്ളം എടുത്ത് കുടിച്ചു. ഇത് ഈ ശുശ്രൂഷൻ കണ്ടിരുന്നു. അപ്പോൾ ഈ ശുശ്രൂഷൻ പറയുക, എൻ്റെ ഉള്ളിലൊരു പ്രേരണ അച്ഛാ, അവൻ്റെ നാവിൻ്റെ അടിയിൽ എന്തോ മയക്കുമരുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റാമ്പ് പോലത്തെ ഒരു സാധനം നാവിൻ്റെ അടി വെച്ചിരിക്കുക.
ഇവന് ദാഹിച്ചപ്പോൾ ഈ വെള്ളം എടുത്ത് കുടിച്ചു. ഇത് രണ്ടും തമ്മിൽ ചേരാത്തത് കൊണ്ട് അവന് ഭയങ്കര അസ്വസ്ഥത. അപ്പോൾ ഈ ശുശ്രൂഷയും പെട്ടെന്ന് പറഞ്ഞു, ഡാ മോനെ, നിൻ്റെ നാവിൻ്റെ അടിയിൽ സാധനം എടുത്ത് തുപ്പിക്കളയും, എന്നിട്ട് പോയിട്ട് ഹോളി വാട്ടർ കുടിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഞങ്ങളിത് പറഞ്ഞ് ഇവനിത് ചെയ്തപ്പോൾ ഇവൻ പറയുക, ഇനി പോകണ്ട അച്ഛാ, എനിക്കിതിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? പ്രിയപ്പെട്ട, ഞാൻ അവനോട് പറഞ്ഞു, മോനെ, നിനക്കൊരു അടയാളം ഈ ജലം തന്നിട്ടുണ്ടെങ്കിൽ, ഈ പരിശുദ്ധമായ ജലം തന്നിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണമെന്നറിയോ? ഈ ധ്യാനം കഴിയുന്നത് വരെ വേറൊരു ജലം നീ കുടിക്കണ്ട. പ്രിയപ്പെട്ടവർ, ഈ ധ്യാനം കഴിഞ്ഞപ്പോഴേക്കും ഇവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഈ ലഹരിയുടെ ദുർഭൂതം എൻ്റെ ശരീരത്തിൽ വിട്ടുപോയി. പ്രിയപ്പെട്ടവരെ, അനേകം ആരാധന സമയങ്ങളിൽ ശുശ്രൂഷ സമയത്തും ഈ ജനം വളരെ അസ്വസ്ഥമായി കാണുമ്പോൾ ചെയ്യുന്നൊരു കാര്യം, ഹോളി വാട്ടർ പുരോഹിതൻ തെളിക്കുന്ന സമയത്ത് തിന്മയുടെ അരൂപികൾ ആ സ്ഥലത്ത് നിന്ന് തന്നെ വിട്ടുപോകുന്ന കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇവിടെ വചനം പറയാണ്, സങ്കീർത്തനം 51:7, ഹീസോപ്പ് കൊണ്ട് എന്നെ പൗത്രീകരിക്കണമേ, ഞാൻ നിർമ്മലനാകും, എന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളതാകും. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 13:8 പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം കഴുകപ്പെടുന്ന ഒരു ജീവിതമാകുമ്പോഴാണ് നമുക്ക് കൃപ ലഭിക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ കൃപ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ രക്തം നമ്മെ നീതീകരിക്കും, ജസ്റ്റിഫൈ ചെയ്യും. യേശുവിൻ്റെ രക്തത്താലാണ് ഈ ലോകത്ത് ഒരു നീതീകരണം സംഭവിക്കുന്നത്. റോമ 5:9, ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് തീർച്ചയാണല്ലോ. എല്ലാവിധ ക്രോധത്തിൽ നിന്നും, സ്വർഗത്തിൻ്റെ ക്രോധത്തിൽ നിന്ന്, വിധിയുടെ ക്രോധത്തിൽ നിന്ന് യേശുവിൻ്റെ രക്തത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് രക്ഷയുണ്ടെന്ന് തിരിച്ചറിയാം. അതുകൊണ്ട് നമുക്ക് പല വിശ്വാസ സത്യങ്ങളുണ്ട്, എന്നാൽ കർത്താവിൻ്റെ ജീവരക്തത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് പാപമോചനത്തിനായി ചിന്തപ്പെട്ട രക്തം കൃപ തരുന്നത്.